എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. തന്നി അപരാധം. ഇത് പ്രശ്നമാവും. 5 പേരെ ഐസിയു കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അതായത് ഷാജി കൈലാസ് AK സജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ഒരു കയ്യബദ്ധം. ഇതില് അസീസ് നെടുമങ്ങാടുണ്ട്, അതുപോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ, താനി മൊണ്ണ. ഇയാളെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ വരും. രാത്രിയാണ്, ഇരുട്ടത്ത് ഇയാളെ വീട്ടിൽ. ചുറ്റു വീടുകളാ, വന്ന ജോലി തീർത്തിട്ട് വേഗം പോവാം. ശരിയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും തലയ്ക്ക് വെളിവുള്ള മനുഷ്യന്മാര് ലൈറ്റിൽ ഓഫാക്കിയിട്ട് മെല്ലെ അവിടെ രക്ഷ. ലൈറ്റ് ഓൾറെഡി ഓഫാക്കി, ഗുണ്ടകൾ ഓഫാക്കി. അപ്പൊ അവിടെ നിന്ന് എസ്കേപ്പ് ആവണ്ടേ മെല്ലെ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പക്ഷെ ഇയാളെന്താ ചെയ്യുന്നത്? ബ്രൈറ്റ് ലൈറ്റിന് ടോർച്ച് എടുത്തിട്ട് അടിക്കുക. ആരടാ അത്? വിളിച്ചോയില്ലേ? ഓ സോറി. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഗുണ്ടകളെ കാണിച്ചു കൊടുക്കുക. ഇൻസി അലോഷ്യസ് ഉണ്ട്, വീണ നായരുണ്ട്, വാണി വിശ്വനാഥ്. ഞാൻ നേരം പറഞ്ഞില്ല മച്ചാനത് പോരളിയ. ഇതിലോട്ടായ ആൾക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്തോ മെസ്സേജ് വിട്ടാന്ന് തോന്നുന്നു. ഷാജി കൈലാസ് ഒരു പടം കൊണ്ട് വരുന്നോ ചോദിച്ചു. ഇതിൽ വേറെ സംഭവം വെച്ചാല് 369 അത് മമ്മൂക്കയുടെ കാർ നമ്പറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില് അസീസിന്റെ പെട്ടി ഓട്ടോറിക്ഷയുടെ നമ്പർ 369, ജോജി ജയിലിടുന്ന ഡ്രസ്സിന്റെ നമ്പർ 369. ഇപ്പൊ ആരോ ഉപദേശിച്ച ബുദ്ധിയാ. 369 ഇട്ട് കഴിഞ്ഞാൽ കത്തും, തിയേറ്റർ കത്തും. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മമ്മൂക്ക ഫാൻസുകാർ നിരങ്ങും, ഫുൾ ഷോ ആയിരിക്കും വെച്ചിട്ട് ഇട്ടതാ. മമ്മൂക്ക ഫാൻസ് മമ്മൂക്കയുടെ പടം കാണാൻ പോണില്ല. അപ്പോഴാണ് നിങ്ങൾ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടാക്കി 369 ജോജുവിന്റെ ജയിൽ നമ്പർ 369 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസുകാരെന്ന് വിചാരിക്കും. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു തരത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു അട്ടർ വേസ്റ്റ് സിനിമ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ.